അപ്പച്ചി നീ ഒന്ന് വന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചപ്പോ വന്നു. അയ്യോ അപ്പച്ചി വേർത്താ ഇന്നൊന്ന് പിങ്കി നിനക്ക് അപ്പച്ചി അടുക്കള കിടന്ന് പണെടുത്ത് അപ്പച്ചി ഈ എന്തരുത് അല്ലേ കളറൊക്കെ ആവണല്ലേ? ഒന്ന് അരിഞ്ഞാടാ. അരിഞ്ഞ ഞാൻ തരും. എന്റെ അപ്പച്ചിക്ക് ഞാനല്ലാതെ ആര് സഹായിക്കാം? റിങ്കി സഹായിക്കും. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിന്റെ മുഖത്തൊന്നും അടിക്കും. ഇല്ല അപ്പച്ചി. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ആണോ പിങ്കി? കുറച്ച് എണ്ണ എന്റെ നടുവിലിട്ട് തരുമോ പിങ്കി? പിന്നെന്ത് തരുമോ? ഇപ്പൊ വേണ്ട, ഇത് അരിഞ്ഞു കഴിഞ്ഞിട്ട് മതി. ഓ ശരി അപ്പച്ചി. അതെ അപ്പച്ചിക്ക് എന്നെ ഇഷ്ടമല്ലേ അപ്പച്ചി? സംശയം എന്ത്? ഭയങ്കര ഇഷ്ടമാണല്ലേ? പിന്നെ നമ്മുടെ വീട്ടിലെ ഇപ്പൊ ഒരു അതിഥി വന്നു എന്ന് വിചാരിക്കാം. എന്റെ ഫ്രണ്ട് കുറച്ചു ദിവസം ഇവിടെ നിന്നു എന്ന് വിചാരിക്കാം. അയ്യോ അത് പറ്റൂല, എനിക്ക് മനസ്സിലായി. ആര് പറഞ്ഞ? അതിപ്പോ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അനു എന്നാണ് അവളുടെ പേര്. അനു എന്ന് പറഞ്ഞ ഏത് ഫ്രണ്ട്? എന്റെ കൂടെ കോളേജിൽ പഠിക്കണ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അതപ്പോ ബെസ്റ്റ് ഫ്രണ്ടായി? അതൊക്കെ ആയി. അവളെന്റെ ബെസ്റ്റ് ഫ്രണ്ടാണേ. അപ്പൊ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അവക്ക് ഒരു അത്യാവശ്യമുണ്ട് ഇവിടെ. കുറച്ച് ദിവസം ഉണ്ടാവും. കുറച്ച് ദിവസവും നടക്കൂല പിങ്കി. നീ അതിനാണ് ഈ വന്ന് സോപ്പിടണമെങ്കിൽ അതൊന്നും നടക്കൂല, ശരിയൊന്നും ആവൂല. അയ്യോ അപ്പച്ചി അങ്ങനെ പറയല്. അവള് വേറെ എവിടെ പോയി നിക്ക അപ്പച്ചി? എന്തുകൊണ്ട് നീ പറയണ? ആരെങ്കിലും ഒരാളെ പിടിച്ച് വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് ആ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കാനാ? അങ്ങനെ ആരെങ്കിലും ഒരാളാണോ? എന്റെ ഫ്രണ്ട് അല്ലേ? നീ ഓരോ മാസം ഓരോരുത്തരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കണമല്ലോ, അതൊന്നും ശരിയാവൂല. അയ്യോ അങ്ങനെ അല്ല അപ്പച്ചി. അതെ അപ്പച്ചി ഒരു കാര്യം ആലോചിക്കണം. അവളൊരു പെൺകൊച്ചാണ്. അവൾ ഇവിടെ വന്ന് ഏതെങ്കിലും ഹോട്ടലിലോ അല്ലെങ്കിൽ വല്ല റൂമിലോ നിന്ന് കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവളുടെ ഒരു ഫ്രണ്ട് ആയിട്ട് ഞാൻ ഈ നാട്ടിലുള്ളപ്പം അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ആർക്കാരുടെ നാണക്കേട്? ഇവിടെ വന്ന് താമസിച്ചിട്ട് ആ പെണ്ണും എല്ലാം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ട് വരുന്നുള്ള ബോധമല്ല നിനക്കൊണ്ടാ? അപ്പൊ നാണക്കേട് ആരെടുക്കും? ഞാൻ എടുക്കും. നീ എടുക്കണ്ട, എനിക്ക് പേടിയാണ്. എടി ഫ്രണ്ട്സ് വരട്ടെ, വന്നോട്ട് കണ്ടോട്ട് പൊക്കോട്ട്. നിക്കണ പരിപാടി ഒന്നും ശരിയാവൂല. അപ്പച്ചി അങ്ങനെ പറയാതെ അപ്പച്ചി. അവള് പാവമാണ് അപ്പച്ചി, എന്നെ പോലെ ഒന്നും അല്ല, ഭയങ്കര പാവമാണ്. എന്തോന്ന് പിങ്കി ഇങ്ങനെ കരയണത്? അവളുണ്ടല്ലോ, അവള് അമ്മയും അച്ഛനെയൊക്കെ എന്നെ വിളിച്ച് പറഞ്ഞപ്പച്ചി, ഒന്ന് മോളെ മോളെ ഒന്ന് മോളെ വീട്ടിൽ നിർത്തൂ. ഒന്ന് മോളെ മോളെ ഒന്ന് മോളെ എന്ന് അങ്ങനല്ല, മോളെ മോളെ മോളെ. ഇതൊക്കെ സത്യമാണ്? അയ്യോ രാമകളാണ്, ഞാനാണ് സത്യം. പെങ്കൊച്ചന്റെ അമ്മയുടെ നമ്പർ എനിക്കും കൂടെ താട്ടാ. തരാം, നമ്പർ തരാം. എത്ര ദിവസത്തേക്ക്? ഒരാഴ്ച. ഒരാഴ്ചയെ പറ്റുള്ളേ? ഒരാഴ്ച അവള് നിക്കോളൂ. നമ്മൾ കൂടുതൽ നിക്കണോന്ന് പറഞ്ഞാൽ അവള് നിക്കൂല. എന്ത് പറയുന്നത്? എന്തോന്ന് പറയാ, നീ എല്ലാം തീരുമാനിച്ചില്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ശരി. എനിക്ക് പഠിക്കാനുണ്ടോന്നൊരു ഡൗട്ട്. എങ്കിൽ ഫ്രണ്ട് അടുത്ത് വരണ്ടെന്ന് പറഞ്ഞേക്ക്. ഇത് എങ്ങനെ അരിയണം? തോരൻ അരിയണോ അതോ വിഴുക്കുവരട്ടിന് അരിയണോ? ബോക്സ് ആയിട്ട് അരിയണം. എന്നുവെച്ചാ ക്യൂബ്സ് ആയിട്ട് അങ്ങനെ അരിയണോ? അപ്പൊ ഇത്ര തെറ്റിപ്പോയി. അതങ്ങ് ചെറുതാക്കിയാൽ മതി. അതെ, വീട്ടിൽ ഒരാളും കൂടെ എക്സ്ട്രാ വന്ന് താമസിക്കുമ്പോ ജോലിയും എക്സ്ട്രാ ആണ്. അമ്മച്ചി ഞാൻ ഏറ്റ്. അപ്പച്ചി എന്ത് പറയുന്ന? അപ്പച്ചി ഞാൻ സഹായിക്കലെന്നാ? ഇപ്പൊ നിന്നെ കാണണല്ല, അത് ആ പെങ്കൊച്ച് വന്നു കഴിഞ്ഞാൽ നിന്നെ കാണൂല പിങ്കി, അത് ഉറപ്പാണ്. കാണും, എന്നെ കാണും. അപ്പച്ചിനെ പിങ്കി എന്നിങ്ങനെ താഴ്ത്തി വിളിച്ചത് ഞാൻ എന്തോ അപ്പച്ചി എന്ന് ഉറക്ക വിളിച്ചോണ്ട് വരാം. അപ്പച്ചി അപ്പച്ചിയുടെ കാര്യം അപ്പച്ചല്ലേലും മുത്താണ്. അങ്കിളിനെ കാട്ടി അപ്പച്ചിക്കാണ് എന്നെ ഇഷ്ടം. ഇങ്ങനെ മതിയോ അപ്പച്ചി? കുഴപ്പമില്ല. ഇത് എവിടെ പോയി കിടക്കുന്നു? വന്നില്ലേ ഇതുവരെ നിന്റെ കൂട്ടുകാരി? അവള് കുറച്ചുമ്പോ വിളിച്ചിരുന്നു. ഇവിടെ ജംഗ്ഷൻ എത്തിന്നാണ് പറഞ്ഞത്. ഇതുവരെ ഇങ്ങോട്ട് എത്തി. പിങ്കി നിന്റെ അല്ലേ കൂട്ടുകാരി? പറഞ്ഞ വഴിക്കല്ലേ ബേക്കറി കണ്ടപ്പോ അങ്ങോട്ടേക്ക് കയറിക്കാം. ഈ അവിഞ്ഞ കോമഡി നിർത്താറായില്ലേ അപ്പച്ചി? നീ അവിഞ്ഞോട്ട് നിൽക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ ഒരു തമാശ പറഞ്ഞാൽ അത് അവിഞ്ഞ കോമഡി. അതൊന്നും ഒരാഴ്ചത്തേക്കല്ലേ ഇവിടെ നിൽക്കുള്ളൂ? ഒരാഴ്ച ഉള്ളൂ. ഒക്കെ എന്തോ കമ്പ്യൂട്ടർ ക്ലാസ് എന്തോ ഉണ്ട്, അത് കഴിയുമ്പോ വരും. അപ്പൊ നിന്നെ പോലല്ല, പഠിക്കും. ഇത് പഠിക്കും മക്കളെ. ഇവളെ കൂട്ടുകാരി വന്നില്ലേ? വന്നെങ്കിൽ ഇവളിങ്ങനെ ഇരിക്കൂ, മുട്ടയിടാൻ നോക്കണ താറാവിനെ പോലെ. വരുന്നതേ
ഇവളെ സ്വഭാവം പോലെ ആവായിരുന്നാ മതി. ഒരിക്കലില്ല മാമ. ആ നല്ല കുട്ടി, നല്ല ലക്ഷ്യബോധമൊക്കെ ഉള്ള, പഠിക്കണം എന്ന് താല്പര്യമുള്ള കുട്ടിയാണ്. രാവിലെ തന്നെ രണ്ടുപേരും എന്റെ നെഞ്ചത്താണല്ലേ. അയ്യോ, നമുക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ല. ഒന്ന് കുറച്ചേരം മിണ്ടായിരിക്കാവോ? ഇല്ല, ഇവിടെ കൂട്ടുകാർ പറഞ്ഞോണ്ട് നമുക്ക് ഇനി മിണ്ടിക്കൂടാ. അയ്യോ. ഓ ഹായ് പിങ്കി. ഹലോ. ഞാൻ പറഞ്ഞില്ലേ നല്ല കുട്ടിയാണെന്ന്. അനു, ഇതെന്റെ ഉണ്ണിയപ്പൂ, ഇത് അപ്പച്ചി. ഓ, ഇതാണോ നിന്റെ അപ്പച്ചി ഉണ്ണിയപ്പം? ഞങ്ങളൊക്കെ അറിയാമോ? പിന്നല്ലാതെ ഇവളെ എപ്പോഴും നിങ്ങളെ പറ്റി പറയാറുണ്ട്. നല്ലതാണോ പറയുന്നത്? പിന്നെ എന്നാ മോള് യാത്രയൊക്കെ കഴിഞ്ഞ് വന്നല്ലേ, അപ്പൊ നമുക്ക് അകത്തേക്ക് പോകാം. ശരി അപ്പച്ചി. നല്ല കുട്ടിയല്ലേ? കൊള്ളാം.